എല്ലാവർക്കും നമ്മുടെ ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പാടത്തൊക്കെ നിറച്ച് വെള്ളം കയറി മുങ്ങി നിൽക്കുക. നമ്മൾ കൂട് വെച്ചിരിക്കുന്ന അവിടെ ആ കാണുന്ന സ്ഥലത്താണ് കൂട് വെച്ചിരിക്കുന്നത്. അത് ഞങ്ങളുടെ പറമ്പ് തന്നെ. ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന പറമ്പായിരുന്നു. ഇപ്പോൾ ആരും താമസമൊന്നുമില്ല. ഇത് നമ്മുടെ പാടമാണ്. പാടത്തിൻ്റെ നടുക്കാണ് ഈ കാണുന്ന പറമ്പ്. അന്നേരം കൂട് പൊക്കി നോക്കാം. ഒരു 5-10 കൂട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. അന്നേരം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വലിയൊരു താങ്ക്സ്. അതിൽ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അന്നേരം മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അതൊക്കെ നമ്മുടെ സാധാ ഫോണായതുകൊണ്ട് ചെറിയ തെളിച്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ക്ഷമിക്കുക. ഇതായിരുന്നു ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ വീട്. ഇപ്പോൾ വീടൊന്നുമില്ല, താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുക. അന്നേരം ഇവിടെ 2 കൂട് വെച്ചിട്ടുണ്ട്. പക്ഷേ കൂടിനകത്ത് ഉള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. അനക്കമൊന്നും ഇല്ല കൂടിനകത്ത്. നമ്മൾ കൂട് വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. ഇവിടെ കുറച്ച് കല്ല് ഞങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ കല്ലിൻ്റെ 2 സൈഡിലുമാണ് നമ്മൾ കൂട് വെച്ചിരിക്കുന്നത്. മീൻ ഇപ്പോൾ വരാൻ നേരത്ത് ഈ കല്ലിനോട് ചേർന്ന് ഇങ്ങനെ ഉരുമി ഇങ്ങനെ വരുന്ന മീൻ നേരെ കൂടിനകത്തോട്ട് കയറും. ആ ഒരു രീതിക്കാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നലെ ഇച്ചിരി കാര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഇതിനകത്തൊന്നും ഇല്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരേ കണക്കിരിക്കത്തില്ല. ഈ 2 കൂടിനകത്തും ഒന്നുമില്ല. നമുക്ക് അടുത്ത കൂട് നോക്കാം. അടുത്തൊരു കൂട് നമ്മളിത് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കൂടിനകത്ത് മീനുണ്ടെങ്കിൽ മീനിങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോഴേ അറിയാം കൂടിനകത്ത് മീനുണ്ടോ ഇല്ലേ എന്ന്. കാരി കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളമെടുത്ത് കറങ്ങി മറിഞ്ഞ് ഇങ്ങനെ. ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ചെറിയൊരു ചെമ്മീനുണ്ട്. ഇതിനകത്ത് 2 ചെറിയ കാരി, ഒരു ചെമ്മീനുണ്ട്. അടുത്ത കൂട്ടി നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്.
അനക്കമൊന്നും ഇല്ല. അതിനകത്തും ഒന്നുമില്ല. മീനെല്ലാം പിണങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഇതിവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെള്ളം കയറി മുങ്ങി. ഇതിനകത്തൊരു ചെറിയൊരു വരാലുണ്ടായിരുന്നു, അത് ചത്ത് ചീഞ്ഞു പോയി. നമ്മളിതേ ഇവിടെ വെച്ചിരുന്ന കൂട് നമ്മൾ മാറ്റി ഇങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ അവിടെ എല്ലാം വെള്ളം കയറി മുങ്ങിയത് കൊണ്ടേ ഇനി അവിടെ വെച്ചിട്ട് കാര്യമില്ല. ഈ കാരിയൊക്കെ ഇങ്ങനെ സൈഡുരുമി വരുന്ന മീന്. ആ കൂട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും വെച്ചിട്ടുണ്ട് കൂട്. ഇതിനകത്തൊരു ചെറിയൊരു വരാലുണ്ട്. ഇതേ അത് കണ്ടോ, അവിടെ ഒരു കൂടുണ്ട്. പറമ്പ് മുഴുവൻ ഞാൻ കൂട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് കൂട് വെക്കാൻ വരാൻ നേരത്ത് ഒന്നും കാണത്തില്ല. അല്ലാത്തപ്പം വരാൻ നേരത്ത് മീനുണ്ടാവും. ഇതിനകത്ത് കൊണ്ടൊരു ചെറിയൊരു വരാൽ. ഇതേ ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ഉണ്ടോയെന്ന് നോക്കാം. ഇതിനകത്തെ ഇച്ചിരി കാരി ഇതിനകത്തൊരു 3-4 കാരി, ഒരു 2 വരാലും. വരാലെന്ന് പേരൊക്കെ ഉള്ളു, ചെറിയ വരാല. എന്തായാലും ഒരു കൂട്ടിൽ നിന്നെങ്കിലും മീനുണ്ടായി. ഇത്രയും കൂട് വെച്ചിട്ട്. കൂടും അവിടെ തന്നെ വെക്കാം. ഇനിയുണ്ട് 3-4 കൂട് കൂടി.
ഈ കൂടിനകത്തെ ഒരു 3-4 ചെമ്മീനുണ്ട്. ചെമ്മീൻ നമ്മുടെ പാടത്ത് ഈ സമയങ്ങളിലൊക്കെ ചെമ്മീനൊക്കെ കാണും. ഈ പാടം പറ്റിച്ച് കഴിയാൻ നേരത്തെ ഇതിനകത്ത് ഒരൊറ്റ ചെമ്മീൻ കാണത്തില്ല. നിങ്ങൾ അന്നേരം തന്നെ ഇറങ്ങിപ്പോവും. ആകെ ഒരു ചെറിയ വരാലുണ്ടായിരുന്നു, ഞാൻ ചാടി. ഇനിയിപ്പോൾ അധികം റിസ്ക് എടുക്കണ്ട. ഇവിടെ ഒരു കൂട് വെച്ചത് താന്നു പോയി. ഇതൊരു കൂട, പക്ഷെ അത് താന്നു പോയി വെള്ളത്തിൽ. വരാലും എല്ലാം കയറിയിട്ടുണ്ടോ ചത്തും. പക്ഷെ കാരിയെ കയറുന്നെങ്കിൽ രാത്രി കയറിയിട്ടുള്ള കാര്യമാണ്, ചാകത്തില്ല. കാരി കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ നല്ല കാര്യം എന്ന് പറയാനായിട്ട്. ഇതിനകത്ത് കൊണ്ടൊരു ചെമ്മീൻ, ഒന്നല്ല 2 ചെമ്മീനുണ്ട്. 2 ചെമ്മീൻ. കൂട് അവിടെ തന്നെ വെച്ചേക്കാം. ഇന്ന് മീനില്ലേലും ചിലപ്പോൾ നാളെ മീൻ കിട്ടിയേക്കാം. ഇന്ന് ഒരേ കണക്ക് നമുക്ക് മീൻ കിട്ടണമെന്നൊന്നും ഉറപ്പില്ല. ഇനി 2 കൂടിയുണ്ട്. 2 കൂട് കൂടി പോക്കാനുണ്ട്. ഇനി 2 കൂടി ഇവിടെയുണ്ട്. ഒരെണ്ണം നമ്മുടെ ആ കരയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കൂട് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട ഇതാണ്. ഈ മരത്തിൻ്റെ സൈഡിൽ അതിനോട് ചേർന്ന് പറ്റേ വെച്ചിരുന്നത്. ഈ മരത്തേലൊക്കെ വന്ന് മുട്ടി ഉരുമി വരുന്നത് മീൻ എപ്പോഴും എവിടെയെങ്കിലും ഉരുമിയേ വരത്തുള്ളൂ. അന്നേരം അങ്ങനെ ഉരുമി വരാൻ നേരത്ത് നമ്മുടെ കൂട്ടിലോട്ട് കയറും. അത് മീനുണ്ടാകുന്നൊന്നും അറിയത്തില്ല. ഇതിനകത്ത് കൊണ്ട് 3 ചെമ്മീനുണ്ട്. 3 ചെമ്മീൻ. ഞാനുണ്ടാക്കിയിരിക്കുന്ന കൂടൊക്കെ അധികം കാശ് ചിലവില്ല. അധികം കാശ് ചിലവില്ലാത്ത കൂടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെയല്ല, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൂട ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ കൂടൊക്കെ ഉണ്ടാക്കുന്ന രീതിയല്ല ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഈ കൂടൊക്കെ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഒരു ദിവസം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ സിമ്പിളായിട്ട് വെള്ളം പിണങ്ങി പോകാനൊന്നും മീനില്ലാത്തതുകൊണ്ട് ഇനി ഇവിടെ വെച്ചിരിക്കുന്ന ലാസ്റ്റ് കൂടാണിത്.
ഇതിനകത്ത് കൊണ്ടൊരു ചെറിയൊരു വരാൽ. ഇനിയുള്ള ഒരു കൂട് ഞാൻ കരയ്ക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടത്. ചുമ്മാ വെച്ചിരിക്കുന്നതാണ്. അതുകൂടി നോക്കിയിട്ട് പോകും. അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് നോക്കാം. ഇവിടെ ഒരു കൂടുണ്ട്. ഇതിനകത്ത് വല്ലതും ഉണ്ടെന്നോ? ഇതിനകത്ത് കൊണ്ടൊരു വരാൽ. നമ്മൾ കൂടെല്ലാം പൊക്കിയിട്ടുണ്ട് കേട്ടോ. കൂട് പൊക്കിയിട്ട് കിട്ടിയ മീനെയൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ വീട്ടോട്ട് വന്നിട്ട് ഇത് കുടഞ്ഞിട്ട് കാണിച്ചു തരാം നമുക്ക് എന്തൊക്കെ കിട്ടിയെന്നുള്ള കാര്യം. നമുക്ക് ഇന്ന് കിട്ടിയ മീനെ കാണിച്ചു തരാം. ഇത്രയും ചെമ്മീനും കിട്ടി. ഒരു 1 2 3 4 2 6 വരാലും ഒരു കാരി എന്ന് പറയുന്നത് 1 2 3 4 വലിയ കാരി, ബാക്കിയെല്ലാം ചെറിയ കാരി. വരാലും വലിപ്പമൊന്നുമില്ല. വരാലുമൊക്കെ ചെറിയ വരാല. നോക്കുന്നുണ്ട്. കാരിയുടെ കുത്തും മേടിക്കണ്ട രാവിലെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.